ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ കല്യാണ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? അൽഹംദുലില്ലാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇതാ കല്യാണത്തിന് പോകാനായിട്ട് എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഒരുങ്ങിയൊരു ഒക്കെ റെഡിയായിട്ട് മാറി നിൽക്കണു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഞാൻ എന്നും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഇതാ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. എന്താ കണ്ടോ, ഇതെൻ്റെ ഒരു നാത്തൂൻ്റെ ഉമ്മ തന്നതാണ് കല്യാണത്തിന്. അടിപൊളി സാധനമാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ട്, നല്ല നല്ലൊരു സംഭവമായിരുന്നു അത്. അപ്പം അത് ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു ബ്ലാങ്കറ്റാണത്. അപ്പം അതൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ദാ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ബെഡ്ഷീറ്റും ഉണ്ടായിരുന്നു, 2 തലയണ വരെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു വലിയ ബെഡ്ഷീറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. അപ്പം ഈ ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ദാ ഇത് ഞാൻ ഒരുപാടൊന്നും നൂത്തതൊന്നുമില്ല, നോക്കാതെ ഞാൻ കുറച്ച് മാത്രമേ നൂത്തുള്ളൂ. ഇത് തിരിച്ച് മടക്കി വയ്ക്കാൻ നല്ല പാടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഒന്ന് നൂത്തുള്ളൂ. പിന്നെ ഇതാ കുറേ പേര് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതെൻ്റെ മാമിയുടെ മോളാണ്, തൊട്ടടുത്തിരുന്നത് എൻ്റെ ഒരു അനിയത്തിയുടെ മോള് ആണ്. പിന്നെ ഇതാ കൊച്ചുമ്മയൊക്കെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നു. കുറേ പേരൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ നിൽക്കുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഇതെൻ്റെ കൊച്ചാപ്പയാണ് ആ കസേര ഇരുന്നത്, വാപ്പാടെ അനുജനാണ് കേട്ടോ. അപ്പം ഞങ്ങളിവിടെയൊക്കെ കൊച്ചാപ്പ എന്നാണ് വിളിക്കുന്നത്. ഇത് നാത്തൂന്, പിന്നെ എൻ്റെ ഇളയ സഹോദരൻ്റെ ഭാര്യയാണത്. പിന്നെ എന്താ ഓരോരുത്തരായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇതെൻ്റെ വല്യപ്പ, വാപ്പാടെ ജ്യേഷ്ഠനാണ്. പിന്നെ ഒരു മാമ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തിരുന്നത് എൻ്റെ മാമാടെ മരുമോനാണ്. ഇതെൻ്റെ അനിയനാണ്, അനിയത്തിയുടെ ഭർത്താവാണ് കേട്ടോ. ആൾ കാറിലിരിക്കുകയാണ്. അപ്പം ഞാൻ കളിയൊക്കെയാണ്, അനിയനെ ഒന്ന് കാണട്ടെ, എൻ്റെ യൂട്യൂബിലുള്ളവരെല്ലാം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ആ അനിയൻ്റെ മോളാണിത്. ഇതാണ് ആ മോള്. ഈ മോളാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ. അവളെ ഒരു വീഡിയോ ഞാൻ മൈലാഞ്ചി ഇടുന്നൊരു വീഡിയോ ഇതിനകത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം ആൾ എപ്പോഴും ആ വീഡിയോ എടുത്ത് വെച്ച് അങ്ങനെ കാണും എനിക്ക്. ഈ ഇരിക്കുന്നത് എൻ്റെ നാത്തൂനും അതിൻ്റെ വാവയുമാണ്. ആ മോളൂസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ ഒരുപാട്. അപ്പം തിരക്കൊക്കെ ആയത് കാരണം എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും പറ്റിയില്ല. എല്ലാവരും റെഡിയായിട്ട് ഞങ്ങളെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയതേ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ ഒപ്പിച്ചതാണ്. അവരെല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത് ആ മോളാണ്. മോള് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നല്ല ഒരു ഗൗണ്, അതാണ് അന്നിട്ടത്. അപ്പം ഞങ്ങളിപ്പോൾ ഇനി ഇവിടുന്ന് റെഡിയായിട്ട് എല്ലാവരും കൂടെ മണ്ഡപത്തിലേക്ക്, അതായത് ഓഡിറ്റോറിയത്തിലേക്ക് പോകും. അവിടെ വെച്ചാണ് കല്യാണമൊക്കെ നടത്തുന്നത്. പിന്നെ ഇതാ പയ്യനൊക്കെ റെഡിയാകാൻ വേണ്ടി ഉള്ള എല്ലാം എടുത്ത് വെച്ച്. അപ്പോൾ ക്യാമറക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്നതിൻ്റെ കൂടെ ഞാൻ പിന്നെ എൻ്റെ മോൻ്റെയിൽ പറഞ്ഞിട്ട് അവനങ്ങനെ എടുത്ത് തരികയാണ്. എനിക്കും അതേപോലെ ഫോട്ടോ എടുത്ത് തന്നതാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കൊരു ഫോട്ടോ എടുക്കാനോ ഒന്നിനും പറ്റിയതുമില്ല, ആകപ്പാട് ബുദ്ധിമുട്ടായിപ്പോയി. ഇത് എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയാണ്, വല്യമ്മയാണ്. പിന്നെ അതെൻ്റെ ഉമ്മമ്മ ആണ്. ഉമ്മമ്മ എന്ന് വെച്ചാൽ ഉമ്മയുടെ കൊച്ചുമ്മയാണത്. അപ്പം അപ്പോഴേക്കും പയ്യനൊക്കെ പോകാനുള്ള കാറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയപ്പം എന്തുവാ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇരിക്കുകയാണ്. ദുആയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഉടൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങണതാണ്.
അങ്ങനെ ഇതാ നമ്മൾ മണ്ഡപത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആണുങ്ങളൊക്കെ പയ്യനുമൊക്കെ പള്ളിയിൽ പോയി. പള്ളിയിൽ വെച്ചായിരുന്നു നിക്കാഹ്. അപ്പം നിക്കാഹ് കഴിഞ്ഞിട്ട് അവരൊക്കെ ദാ വരണതാണ്. താലികെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങിയാണ് ഇത്. അപ്പോൾ ഇവിടെ നല്ല ബീഫ് ബിരിയാണിയും സദ്യയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചിക്കൻ പൊരിച്ചതും ചോറും മാത്രമേ വാങ്ങിയുള്ളൂ. എനിക്ക് ബീഫ് ബിരിയാണി തിന്നാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ വാങ്ങിയില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ കഴിക്കുകയാണ്. ഞങ്ങൾ കഴിച്ചിട്ട് ഇപ്പം ഉടനെ തന്നെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പം
വിശേഷങ്ങളും വീഡിയോസും എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അവരെ കൂട്ടിക്കൊണ്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.